ഏകാന്തത എന്നൊരു അവസ്ഥയുണ്ടല്ലോ, അത് വല്ലാത്തൊരു ശാപമാണ്. മദർ തെരേസ പറഞ്ഞത് ഇങ്ങനെയാണ്: ഏകാന്തതയും ആർക്കും വേണ്ടാത്തവനാണ് എന്ന തോന്നലുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖം. ഈ സോളിറ്റ്യൂഡ് എന്ന വാക്കിനും ലോൺലിനെസ് എന്ന വാക്കിനും നമ്മൾ ഗൂഗിളിൽ മലയാള പദം അന്വേഷിച്ചു കഴിഞ്ഞാൽ ഏകാന്തത എന്ന അർത്ഥാണ് കിട്ടുക. എന്നാൽ ഇത് രണ്ടാണ്. സോളിറ്റ്യൂഡ് നമ്മൾ സ്വന്തം ആഗ്രഹിച്ച് തെരഞ്ഞെടുക്കുന്നതാവാം. അതായത് കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കണം, കുറച്ചു ദിവസം ആരോരും ഇല്ലാതെ, ഒപ്പമില്ലാതെ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയി താമസിക്കണം, അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിൽ സങ്കല്പിക്കാറില്ലേ? എന്നാൽ ലോൺലിനെസ് അസഹനീയമാണ്, ഒറ്റപ്പെടലാണത്. ഏകാന്തതയെ നേരിടാൻ എന്താണ് ചെയ്യേണ്ടത്? നാളെ ഞാനും കടന്നു പോകേണ്ട ഈ അവസ്ഥയെ നേരിടാൻ എന്തൊക്കെ ചെയ്യാം എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ പുസ്തകങ്ങൾ വെറുതെ വായിക്കാറുണ്ട്. ഈ പുസ്തകം നല്ലതാണ്, ജീവിതം പ്രഭാപൂരിതമാക്കും. ഇതിനകത്ത് അദ്ദേഹം പറയുന്നത് കുറെ സൗഹൃദങ്ങൾ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഹൃദയ രഹസ്യങ്ങൾ കൂടി പങ്കുവെക്കാൻ പറ്റുന്ന കുറെ ചങ്ങാതിമാരൊപ്പം ഉണ്ടായിരിക്കുക. അതെങ്ങനെയെങ്കിലും ആ സൗഹൃദം തുടരുക. ചെറിയ കാര്യങ്ങളിൽ സംതൃപ്തരാവുക. ആഡംബരത്തിൽ നിന്ന് ലാളിത്യത്തിലേക്ക് മാറുക. സൗമ്യമായിട്ട് ചിന്തിക്കുക, മൃദുവായിട്ട് സംസാരിക്കുക, തുറന്നു പെരുമാറുക. ഈ വളർത്തു പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ സ്നേഹിക്കുക. കുഞ്ഞുങ്ങളോട് വർത്തമാനം പറയുക, അവരോട് കളിക്കുകയും ചിരിക്കുകയും ചെയ്യുക. ഈ പുസ്തകത്തിൽ ആ ഒരു പോർഷൻ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഗവൺമെന്റിനും ഇതൊന്നും ചെയ്തു തരാൻ സാധിക്കില്ല. ഇത് നിങ്ങൾ തന്നെ സ്വയം സൃഷ്ടിക്കേണ്ടതാണ്. കാരണം ഒരവസരത്തിൽ നിങ്ങൾ ഏകാന്തതയിലേക്ക് വഴിമാറുമെന്നുള്ള കാര്യം ഉറപ്പാണ്.